വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതലുള്ള വചനം നമുക്ക് വായിക്കാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന പാപത്തിൻ്റെ മുള്ളുകളെയും ജഡത്തിൻ്റെ വ്യാപാരങ്ങളെയും പിശാചിൻ്റെ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും എല്ലാം അതിജീവിക്കാൻ ഒരൊറ്റ മരുന്ന് മാത്രമേ ഇന്ന് മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ളത്. ഒറ്റ മരുന്ന് മാത്രമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ത് ചൊരിയപ്പെട്ടിരിക്കുന്നത്? ദൈവസ്നേഹം മനുഷ്യ ഹൃദയങ്ങൾ ചൊരിയപ്പെട്ടിരിക്കുന്നത്. നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ദൈവത്തിനെതിരായി ഏതെങ്കിലും പാപം ചെയ്യാൻ ആ വ്യക്തിയെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും മനുഷ്യനോട് പാപം ചെയ്യാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം എന്താണെന്ന് യേശുക്രിസ്തു മനുഷ്യനായപ്പോൾ നമുക്ക് കാണിച്ചു തന്നു. എന്താണ്? സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക. കൊടുത്ത് അവസാനം ജീവൻ വരെ ബലിയർപ്പിക്കുക. ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ എന്ത് ചൊരിയപ്പെടണം? ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയണം. ഇത് നൽകുന്ന ആരാ? പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവെ വരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവസ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒക്കെ ആഗ്രഹിച്ചിട്ടും പലരെ കൊണ്ടും ഒന്നും സാധിക്കുന്നില്ല. നമുക്കറിയാം, ക്രിസ്തീയ സഭകളും സമൂഹങ്ങളും എന്തുമാത്രം എഫേർട്ട് എടുത്താണ് സ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ, ശുശ്രൂഷകൾ, ആതുരാലയങ്ങൾ എല്ലാം ഉണ്ടാക്കും. എന്നിട്ട് ഈ സ്ഥാപനങ്ങളിലും ആതുരാലയങ്ങളിലും പോലും ദൈവസ്നേഹം നിലനിൽക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ 2 നേഴ്സുമാരെ അപ്പോയിൻ്റ് ചെയ്യുക ആതുരാലയത്തിൽ ദൈവ ശുശ്രൂഷ ചെയ്യാൻ. ഒരു ദിവസം ചെല്ലുമ്പോൾ ചോദിക്കും, എന്തിയാ മറ്റേ നേഴ്സ്? കണ്ടില്ല, മറ്റേയാളെ വിഴുങ്ങി. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ പരിശുദ്ധാത്മാവുള്ളത്? അവിടെയൊക്കെ എന്തുണ്ടാവും? ദൈവസ്നേഹം ചൊരിയപ്പെടുന്നുണ്ടാവും. ദൈവസ്നേഹം ചൊരിയപ്പെടുന്ന ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് എവിടെ എത്തിപ്പെട്ടിട്ടുണ്ടോ അവിടെ ദൈവസ്നേഹം ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവസ്നേഹം ഏതെങ്കിലും മേഖലകളിൽ അറ്റുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ആരില്ലെന്നാണ് അർത്ഥം. ആരില്ല? പരിശുദ്ധാത്മാവില്ല. പല ആളുകളും ഒത്തിരി പരാതികൾ പറയാറുണ്ട്. ആത്മീയ ശുശ്രൂഷകളിലേക്ക് വരുന്നവർ തന്നെ പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എത്രയോ വർഷമായി ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് പല ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഞാനിങ്ങനെ ശുശ്രൂഷകരുടെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകാറുണ്ട്. ഒരു ആത്മീയ വളർച്ച എനിക്കില്ല. എനിക്ക് മാത്രം ഒരു ചാൻസും കിട്ടുന്നില്ല വളരാൻ. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് അവരുടെ പ്രശ്നം? അവരൊത്തിരി പേരെക്കുറിച്ച് ദോഷം പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ പ്രശ്നം എന്താണ്? ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആര് വന്നിട്ടില്ല? ഹോളി സ്പിരിറ്റ് എത്തിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ദൈവസ്നേഹം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കും, പിന്നെ പരാതികളില്ല. കുരിശേൽ തൂക്കിയാൽ പോലും പരാതി ഉണ്ടാവില്ല പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക്. അതല്ലേ യേശു?
പിതാവിൻ്റെ ആത്മാവ് നിറഞ്ഞവൻ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ വിളിച്ച് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തതിനാൽ ഇവരോട്. അപ്പോൾ ദൈവസ്നേഹം എവിടെ നിറഞ്ഞിരിക്കുന്നു? ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. ഇത് കുരിശ് തൂങ്ങട്ട, കുരിശ് കാണിച്ചാൽ മതി, അപ്പോഴേ നമ്മൾ പ്രാക്കും നേർച്ചയുമായിട്ട് നിൽക്കുകയാണ്. എന്തിൻ്റെ അടയാളം ഇത്? ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എത്തിപ്പെട്ടിട്ടില്ല. അതാ പ്രശ്നം. കുടുംബ ജീവിതം ശരിയാകുന്നില്ല. ആ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിപ്പെട്ടിട്ടില്ല. അത്രയേ ഉള്ളൂ കാര്യം. വേറെ ഒരു പ്രശ്നവുമില്ല. ഒരു വ്യക്തി ഒരു തരത്തിലും അങ്ങോട്ട് ശരിയാകുന്നില്ല. ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ, ഒരു സ്റ്റാഫായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായിരിക്കാം, പ്രശ്നക്കാരനാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആരെത്തിയിട്ടില്ല? പരിശുദ്ധാത്മാവ് എത്തിയിട്ടില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്തിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് എവിടെയൊക്കെയാണ് എത്തിപ്പെടുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭൂമി ഉണ്ടായ കാലം മുതൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. പരിശുദ്ധാത്മാവ് നന്നായിട്ട് പണിയെടുക്കുന്നയാളാണ്. ഭൂമി ഉണ്ടായപ്പോൾ അവൻ വെള്ളത്തിൻ്റെ മേൽ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം. വചനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും വേറൊരിടത്തും ദൈവാത്മാവ് പോവുകയില്ല. അപ്പം നമ്മളിൽ ഹൃദയത്തിൽ ദൈവാത്മാവ് വരണമെങ്കിൽ ഹൃദയത്തിൽ ആര് പരിവർത്തിക്കണം? ദൈവവചനം അവിടെ മാംസം ധരിക്കണം. ആ വചനം പ്രായോഗിക തലത്തിൽ വരുത്തുന്ന ആ വചനത്തിനനുസരിച്ചുള്ള ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ ഇതെല്ലാം ദൈവവചനത്തിനൊത്തവിധമാണെങ്കിൽ മാത്രമേ ഹോളി സ്പിരിറ്റിന് ഇവിടെ ഇറങ്ങി വന്നിരിക്കാൻ പറ്റത്തുള്ളൂ, ദൈവസ്നേഹം നിറയത്തുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവ് ഭൂമി ഉണ്ടായ കാലം മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങി. വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ച ആത്മാവ്, പ്രിയമുള്ളവരെ, അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് ദൈവം സൃഷ്ടിച്ചതായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ആ സൃഷ്ടികർമ്മത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഓരോന്നിനെയും ക്രമീകരിക്കുന്നത്, ക്രമമാക്കി, രൂപരഹിതമായിരുന്നവയെല്ലാം ക്രമമാക്കി തീർന്നത് ആരാ? പരിശുദ്ധാത്മാവ്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പാഴും ശൂന്യവുമായ ഭൂമി രൂപമുള്ളതായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം രൂപരഹിതമായ കുടുംബമാണെങ്കിൽ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി ആവസിച്ചാൽ ആ കുടുംബത്തിന് എന്തുണ്ടാകും? ഒരു രൂപം ഉണ്ടാകും. ഏത് രൂപമായിരിക്കും വരുന്നത്? തൃത്വത്തിൻ്റെ മാതൃക വരും. ഭാര്യ, ഭർത്താവ്, യേശു, മൂന്ന് പേരും കൂടെ ഒന്നിച്ചു ചേരുന്ന തൃത്വത്തിൻ്റെ ഒരു മോഡലായിട്ട് മാറും കുടുംബം. പരിശുദ്ധാത്മാവ് ഒരു പുരോഹിതനിലേക്ക് വന്നാലോ, പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ അടയാളം. ക്രിസ്തു പ്രവർത്തിച്ചതൊക്കെ ആ പുരോഹിതനിലൂടെ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കും. ക്രിസ്തു ഒരു സഭയിലേക്ക് ആവസിച്ചാൽ ആദിമ നൂറ്റാണ്ടിൽ എന്നതുപോലെ സഭയിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതാ പ്രത്യേകത. അല്ലെങ്കിൽ ഇത് രൂപരഹിതമായിട്ടിരിക്കും. രൂപരഹിതമായ ഒരു സാധനമാണെങ്കിൽ പറയുമ്പോൾ ആർക്കിട്ടും പിടികിട്ടുകയില്ല. ഒരു കല്ലിപ്പോൾ രൂപരഹിതമായിട്ടിരിക്കുകയാണ്. രൂപം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു രൂപവും ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഒരിടത്തും ഇതൊന്നും കൊള്ളിക്കാൻ പറ്റുകയില്ല. ഇതുപോലെ ചില മനുഷ്യരെ ഭൂമിയിൽ ഒരിടത്തും കൊള്ളിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? ആ വ്യക്തിയുടെ ചില വാക്ക്, ചില പ്രവൃത്തികൾ, ചില സംസാരങ്ങൾ, ചില രീതികൾ ഒരിടത്തും കൊള്ളിക്കാൻ മേലാത്ത ചില മനുഷ്യരെ കാണാൻ സാധിക്കും. ദൈവസ്നേഹമില്ല അവരിൽ. ഹോളി സ്പിരിറ്റ് അവിടെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ അവിടെ ആരംഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുടുംബങ്ങളിലേക്ക് വന്നു. കുടുംബത്തിലൂടെ വ്യാപരിച്ച് ഭൂമിയിലുള്ള മനുഷ്യരിലേക്ക് മുഴുവൻ വ്യാപരിക്കാൻ ആഗ്രഹിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവസാനിച്ചത് എവിടെയാണ്? മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ വാക്കുകളെ തിരസ്കരിച്ചപ്പോൾ
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും മനുഷ്യകുലത്തിൽ നിലച്ചു. പിന്നീട് ആരൊക്കെ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തരായോ ആ വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അബ്രഹാമിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. ഇല്ലാത്തടത്ത് നിന്ന് പ്രായാധിക്യം വന്ന ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ദൈവം കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നു, ഇസഹാക്കിനെ. അതിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മഴയില്ലാത്ത ഒരു കാലത്ത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, സൗദി അറേബ്യയിൽ നമ്മുടെ ഒരു നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ സൗദി അറേബ്യയിൽ പോയി കിട്ടുന്ന കാശെല്ലാം കൊടുത്ത് നാട്ടിൽ നിന്നെല്ലാം തടി വരുത്തിയിട്ട് ഒരു വലിയ വള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നാട്ടിലോട്ട് വിളിക്കുമ്പം എന്നാ പറയും? നമ്മുടെ മണർകാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് കിട്ടുന്ന കാശ് കൊണ്ട് മുഴുവൻ നാട്ടിൽ നിന്ന് ഓടുന്ന ഇവിടെല്ലാം തടി മേടിച്ചിട്ട് ഇവിടെ ഒരു വലിയ പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ആളുകൾ ചോദിക്കും, അവിടെ ഈ ഊളംപാറയൊന്നും ഇല്ലേ ഇവനെ അവിടെ കൊണ്ടിടാൻ? കാരണം എന്താണ്? അവന് വട്ടാന്ന് പറയും. ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മഴയൊന്നും ഇല്ലാത്തൊരു കാലത്ത്, വെള്ളവും മഴയും ഇല്ലാത്ത കാലത്ത് ഒരു മനുഷ്യനിരുന്നുകൊണ്ട് വലിയൊരു പെട്ടകം ഉണ്ടാക്കുക. അയാൾ നിന്ദിക്കപ്പെട്ടു, അയാൾ അപഹസിക്കപ്പെട്ടു, അയാൾ പുറന്തള്ളപ്പെട്ടു. വേദനയോടെ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ ആ പെട്ടകം പൂർത്തിയാക്കി. അതുകൊണ്ട് ദൈവം ആ മനുഷ്യനെ മനുഷ്യകുലത്തിൻ്റെ ഒരു അടയാളമായി ഉപയോഗിച്ചു. അയാളാണ് നോഹ. കണ്ടോ? പിന്നീട് ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേരാൻ മനസ്സുള്ള പലരെയും ദൈവം ഉപയോഗിച്ചു. അങ്ങനെയുള്ളവരെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉപയോഗിച്ച് ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവാചകന്മാരിലൂടെയും ചരിത്രത്തിലൂടെയും ഒക്കെ ഇങ്ങനെ വന്ന് അവസാനം പരിശുദ്ധാത്മാവിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. അതാരാണ്? ദൈവം മനുഷ്യനായി തീർന്നു. ആരാ? യേശു. യേശു തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന വാക്കെന്താണെന്നറിയോ? യേശുവിൻ്റെ കൂട്ടത്തിൽ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി പഠിപ്പിച്ചു. അവസാനം എന്താ പഠിപ്പിച്ചത്? കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞുകൂടാ, എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൂടാ. ഇതുപോലാണ് പരിശുദ്ധാത്മാവ്, കാറ്റാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കറിയാം, ഇതിലേ കൂടി ഒരു കാറ്റ് കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ കറക്റ്റ് കാറ്റ് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി? അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, കാറ്റ് വരുമ്പോൾ ഒരു വരവാണ്. അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അതിൻ്റെ സൈഡിൽ തട്ടുന്നതിനിട്ടൊക്കെ എന്ത് ചെയ്യും? അത് തട്ടിയിട്ട് പോകും. ആവി എടുത്തിരിക്കുന്നവൻ അത് ചിലപ്പം തണുപ്പായിട്ട് മാറും. കയ്യാലമാട്ടെ കയറിയിരിക്കുന്നവന് ചിലപ്പോൾ അത് രസമായിരിക്കും, ഈ മരമൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് വലിയ ശക്തമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അത് നിർവചിക്കാൻ നിവൃത്തിയില്ല. പല ആളുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കും സംശയം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, അത് റെക്കോർഡ് ചെയ്ത് വെച്ച് ടി വിക്കകത്തൂടെ വരുന്നു. ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് രോഗസൗഖ്യം കിട്ടുക നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ചില അച്ഛന്മാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ബുദ്ധിമാന്മാരായ അച്ഛന്മാർ ഒരു കാലത്ത് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ ആ ചോദ്യം ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ചിലപ്പോൾ നടക്കുമായിരിക്കും, നടക്കാൻ മേലായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. അനുഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അപ്പോൾ അച്ഛന്മാർ ചോദിച്ചു, അപ്പോൾ പരിശുദ്ധാത്മാവ് വീഡിയോയ്ക്കകത്ത് കയറും? വീഡിയോയ്ക്കകത്തൂടെ കയറി വയറിനകത്തൂടെ ഇറങ്ങി പിന്നെ കാസറ്റിനകത്തൂടെ കയറി പിന്നെ പരിശുദ്ധാത്മാവ് നേരെ മേളിൽ കൂടെ പോയി പിന്നെ അമേരിക്ക ചെന്ന് അമേരിക്ക ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം അവിടെ ഹൃദയത്തിൽ. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ ഒരു കാലത്ത് നമ്മൾ പലരെയും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു കുടുംബം, എനിക്കത് കുവൈറ്റിലാണെന്ന് തോന്നുന്നു, ഒരു കുടുംബം, ഓരോ കുഞ്ഞുങ്ങൾക്ക് പ്രയാസം, ഇങ്ങനെയൊക്കെ പ്രയാസമാണ്. ഇവിടുന്ന് ധ്യാനം ടെലികാസ്റ്റായി, ഇവിടെ തൈലാഭിഷേക ശുശ്രൂഷ ഇവിടുന്ന് ലൈവ് പ്രോഗ്രാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ടി വിയുടെ മുമ്പിൽ മുട്ടുകുത്തി
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അനേകം നാളുകളായിട്ടുണ്ടായിരുന്ന ആ രോഗം ആ വ്യക്തിയിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി. അപ്പം നമ്മൾ നോക്കും, ഇതിലേ കൂടി ഈ പരിശുദ്ധാത്മാവ് പോയി, ഇതിലൂടെ ചെന്ന് ടി വിക്കകത്തൂടെ കയറി, വയറിനകത്തൂടെ ഇറങ്ങി, പിന്നെ കമ്പ്യൂട്ടറിനകത്തൂടെ കയറി, ഇതിലെവിടെയാണ് പോയത് പരിശുദ്ധാത്മാവ്? അപ്പോൾ പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ വചനം ഏതെല്ലാം മേഖലകളിലൂടെ വ്യാപിക്കുന്നോ അതിലൂടെയൊക്കെ പോകാൻ ആർക്ക് സാധിക്കും? പരിശുദ്ധാത്മാവിന് സാധിക്കും. അതിന് മീഡിയം ഏതായാലും ഈ ദൈവത്തിൻ്റെ വചനം, നമ്മൾ പ്രഘോഷിക്കുന്ന വചനം എവിടെയെല്ലാം ഏതെല്ലാം കാലത്ത് ഏതെല്ലാം സ്ഥലത്തൂടെ പോയാലും ആ ശബ്ദപരിധിക്കുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പരിലസിക്കാൻ സാധിക്കുമെന്നതിൻ്റെ അടയാളമാണ് ഇത്തരം സൗഖ്യങ്ങൾ. പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഇത്തരം രോഗസൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇത്തരം മാനസാന്തരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു പയ്യനെ കുറച്ച് മുമ്പ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനിവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലും. പറഞ്ഞു, ഞാൻ 2.5 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നിന്നൊരു പരിചയമില്ല, നീ ഏതാ? അവൻ എന്നെ ഭയങ്കര പരിചയമായിട്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് അവനായിട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ പറഞ്ഞ്, എനിക്ക് തിരുമേനിയെ നല്ല പരിചയമാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് പരിചയം? എന്നേരം പറഞ്ഞ്, ഞാൻ ഓസ്ട്രേലിയയിലാണ്, എല്ലാ ദിവസവും ഞാൻ യൂട്യൂബ് ഓണാക്കിയിട്ട് ഒരു ബൈബിൾ ഒരു പ്രസംഗം കേൾക്കും. പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ കേട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി പാപബന്ധനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ദൈവം എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് ഈ തിരുവചനത്തിലൂടെ. അപ്പോൾ യൂട്യൂബിലൂടെ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവിന് ഇതിലൂടെയെല്ലാം പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ, ആത്മാവിനിത് സാധിക്കുമെങ്കിൽ സാത്താൻ്റെ ആത്മാവിന് ഇതൊക്കെ സാധിക്കും. അത് നമ്മൾ ഓർത്തോണം. അതുകൊണ്ട് സാത്താൻ്റെ പ്രവർത്തനങ്ങൾ, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ മീഡിയയിലൂടെയും മറ്റ് നവമാധ്യമങ്ങളിലൂടെയും കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ആന്തരിക മേഖലകളെ മലിനമാക്കുന്ന സംഗതി തന്നെയാണ്. കാര്യം നിങ്ങൾ പറയുമായിരിക്കും, ഈ പുള്ളി ഒരു പഴഞ്ഞ മനുഷ്യനാണെന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവം ഉപരിയായ നന്മയ്ക്കായിട്ട് അതെല്ലാം മാറ്റുകയുള്ളൂ. സാധാരണയായിട്ട് ഇപ്പോൾ ഒരു കാര്യമുണ്ട്, എന്നേലും പറഞ്ഞു തീർന്നാൽ ഉടനെ എന്താണ് അതിനെക്കുറിച്ച് തെറി എഴുതി വിടുന്ന ഒരു രീതിയുണ്ട്. മനസ്സിൽ എന്തെങ്കിലും തോന്നാതെ വരികയാണെങ്കിൽ, മനസ്സിലാകാത്ത കാര്യം വന്നാൽ അന്നേരം തന്നെ അതിനടിയിലേക്ക് എന്ത് ചെയ്യും? അവൻ്റെ മനസ്സിൽ തോന്നുന്ന എഴുതി വിടും. അങ്ങനത്തെ ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നു. ഇതാരുടെ പരിപാടിയാണെന്നറിയും? മൃഗങ്ങളുടെ സ്വഭാവം. രാവിലെ എഴുന്നേക്കും, അടുത്ത കപ്പക്കാലയിലേക്ക് ചാടണമെന്ന് തോന്നുന്നു, അവനങ്ങോട്ട് ചാടുന്നു. അത് കഴിയുമ്പോൾ അവന് തോന്നുന്നു കാണും എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നുന്നു, കിടക്കുന്നു. മൃഗീയ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് മനുഷ്യർ, മൃഗീയരായിട്ട് മാറുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ഈ മനസ്സ് മലിനമാകാതെ അവിടെ ദൈവസ്നേഹം നിറയണം. അപ്പോൾ പരിശുദ്ധാത്മാവിന് വളരെയധികം പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനം എന്നിൽ എങ്ങനെയാണ് നടക്കേണ്ടത്? അതിനാണ് ദൈവം എന്ത് ചെയ്തത്? ദൈവത്തിൻ്റെ പരിപാലന നിലനിൽക്കുന്ന സ്ഥലത്ത് ദൈവം നമ്മളെ ആക്കി വെച്ച്, ഏദൻ തോട്ടം, പർദീസ. അതുകൊണ്ട് നീ എവിടെയായിരിക്കണം? പർദീസായിലാണെങ്കിൽ മാത്രമേ നിനക്കെന്തുള്ളൂ? അഭിഷേകമുള്ളൂ. പർദീസ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി ദൈവവചനം, ദൈവം പറയുന്ന വാക്കുകൾ അനുസരിച്ച് ദൈവം എവിടെയാണോ നിയോഗിച്ചത് അവിടെ ജീവിക്കണം. നിന്നെ ഒരു കുടുംബജീവിതത്തിലേക്കാണ് നിയോഗിച്ചതെങ്കിൽ ആ കുടുംബജീവിതത്തിൻ്റെ കുറേ നിയമങ്ങളുണ്ട്. ആ കുടുംബജീവിതത്തോട് വിശ്വസ്തത പുലർത്തി നീ ജീവിച്ചാൽ നീ എവിടെയാ? പർദീസ. ഒരു പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയും അതുമായി നടത്തിയിട്ടുള്ള ഉടമ്പടികളുമായി ബന്ധപ്പെട്ട് വിശ്വസ്തനായിട്ട് ജീവിച്ചാൽ ആ വ്യക്തിയുടെ പർദീസ എവിടെയാ? ആ ജീവിതമാണ്. ഒരു ഡോക്ടർ തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയോട് വിശ്വസ്തനായി ജീവിച്ചാൽ അത് ആ വ്യക്തിയുടെ പർദീസായ.
അവിടെ ദൈവവചനം പാലിക്കപ്പെടണം, ദൈവവചനം അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. അപ്പോഴാണത് പറുദീസയായി മാറുന്നത്. ഒരു ദേവാലയം ദൈവം എന്ത് കാര്യങ്ങളാണോ നിവർത്തിക്കാനായിട്ട് അഭിഷേകം ചെയ്തത്, അതേ കാര്യങ്ങളാണ് ആ ദേവാലയത്തിൽ നടക്കുന്നതെങ്കിൽ ആ ദേവാലയം എന്താണ്? പറുദീസായ. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഈ ശരീരം ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരം എന്താ? പറുദീസായ. നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വ്യാപരിക്കുന്നത്, ദൈവസ്നേഹമാണ് വ്യാപരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സെന്താണ്? പറുദീസായാണ്. പറുദീസയുടെ പ്രത്യേകത എന്താ? ദൈവം പരിപാലിക്കുകയും സംരക്ഷിക്കുകയും സന്ദർശിക്കുകയും ചെയ്യുന്ന സ്ഥലം. ദൈവം പരിപാലിക്കുകയും ദൈവം സംരക്ഷിക്കുകയും ദൈവം സന്ദർശിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? പറുദീസ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ പറുദീസയായി ആര് മാറണം? നീ മാറണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് ഇറങ്ങി വരാനും ദൈവത്തിന് പ്രവർത്തിക്കാനും ദൈവത്തിന് ചേർത്ത് പിടിക്കാനും പറ്റുന്നൊരു വ്യക്തിയായി നീ രൂപാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് നിന്നെ ഈ ഭൂമിയെ സൃഷ്ടിച്ച്. പ്രിയമുള്ളവരെ, നമ്മോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ച്. പക്ഷേ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു ആത്മാവാണ്, നമുക്ക് ബോഡിയുണ്ട്. അതുകൊണ്ട് ഉള്ള പ്രശ്നം എന്താണ്? പരിശുദ്ധാത്മാവ് ആത്മാവായതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഭൂമുഖം മുഴുവൻ വ്യാപരിക്കാം. നമുക്കൊരു ശരീരം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സ്ഥലത്തേക്ക് ഒതുങ്ങേണ്ടി വരും. ഇതുകൊണ്ട് പരിശുദ്ധാത്മാവും നമ്മളും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ചേരുന്നില്ല. അതുകൊണ്ട് ദൈവാത്മാവും മനുഷ്യനും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോകുന്നതെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം മനുഷ്യനായി തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഒരു പൂർണ്ണ മനുഷ്യനായി നിന്നുകൊണ്ട് അവൻ തൻ്റെ ജീവിതത്തിലൂടെ എന്ത് വെളിപ്പെടുത്തി? ദൈവസ്നേഹം വെളിപ്പെടുത്തി. അതിന് യേശുക്രിസ്തു ചെയ്ത ഒന്നാമത്തെ കാര്യം, ദൈവം ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവം മനുഷ്യനാകാൻ തീരുമാനമെടുത്തപ്പോൾ, പ്രിയമുള്ളവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം, അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി. അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഒരു മനുഷ്യനിലുണ്ടാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അവൻ തന്നെ താഴ്ത്തണം, എളിമപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലർക്കും സാധിക്കാത്ത കാര്യം എന്താണ്? എളിമപ്പെടുക എന്ന് പറയുന്ന സംഭവം അവർക്ക് ബുദ്ധിമുട്ട്. താന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളിങ്ങനെ നോക്കുക, ഇവിടെ ഒരു കസേര കിടക്കുന്നു, ആ കസേരയൊന്നും എടുത്ത് മാറ്റിയിടുന്നത് അത് വേണ്ട. അങ്ങനെ ഞാൻ ഒരു ദിവസം ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെൻ്റെ തലയ്ക്ക് വരും, പിന്നെ സ്ഥിരം അങ്ങ് വരും. അതുകൊണ്ട് വേണ്ട. ഒരു ദിവസം നമ്മളങ്ങോട്ട് വഴങ്ങി കൊടുത്താൽ പിന്നെ നമ്മൾ അങ്ങനെ അങ്ങ് ആയിപ്പോയെങ്കിലോ, അത് വേണ്ട. നമ്മളിൽ പല ആളുകളും എളിമപ്പെടാൻ മനസ്സില്ലാത്തവരാണ്. പ്രിയമുള്ളവരെ, യേശു എന്ത് ചെയ്തു? അവൻ താഴ്ന്നു, മനുഷ്യനായിട്ടോ പ്രിയമൊരു ഒരു പുൽക്കൂട്ടിലേക്ക് അവൻ എന്ത് ചെയ്തു? ഒതുങ്ങാൻ മടിച്ചില്ല. അതുകൊണ്ട് ഒരു പുൽക്കൂട്ടിലേക്ക് പോലും ഒതുങ്ങാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥ കൈവരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റൂ. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ഥാപനത്തിൽ ഇവൻ കുക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. പക്ഷേ ഇവൻ വൈകുന്നേരം ആകുമ്പോൾ സാധനം മേടിക്കാൻ പോകും. ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ വൈകുന്നേരം സാധനം മേടിക്കാൻ പോകും. പാൻറ്റുമൊക്കെ ഇട്ട്, ജീൻസൊക്കെ ഇട്ട്, ടീഷർട്ടുമൊക്കെ ഇട്ട് അവൻ പോകും. അപ്പോൾ കടക്കാരനോട് അവൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അടുത്ത വർഷം അച്ഛനാകാൻ പോവുകയാണെന്ന്, കുക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവനെ അവരെല്ലാം വിളിക്കുന്ന ബ്രദർ എന്നാണ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും ഈ കൊച്ചു തീമോത്തിയോസ് തിരുമേനിയും കൂടെ കടയിലെ പറ്റ് നോക്കാൻ വേണ്ടി പോയി. അന്നേരം ഞങ്ങളോട് ചോദിച്ചു, ബ്രദറിനെ കണ്ടില്ലല്ലോ. അപ്പോൾ എന്നെയും കൊച്ചു തീമോത്തിയോസ് തിരുമേനിയും കണ്ടാൽ അന്ന് ഞാൻ മെയിൻ കുക്കും മറ്റേത് അസിസ്റ്റൻ്റ് കുക്കുമായിട്ട് തോന്നും. ഞങ്ങൾ ഈ സുവിശേഷവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ടിപ്പ് ടോപ്പിലൊന്നും നടക്കാൻ പറ്റുന്നില്ല. സമയം തിരക്കായതുകൊണ്ട് പാൻറ്റൊക്കെ അലക്കും, തേക്കാൻ നേരം കിട്ടുകയില്ല. ഷർട്ട് അലക്കിയാലും തേക്കാൻ നേരം കിട്ടും. അപ്പോൾ ഷർട്ടൊക്കെ അലക്കി തേക്കാത്ത ഷർട്ടുമൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ ബട്ടൺസ് ഒന്നും ഇടാതെ അങ്ങോട്ട് ചെല്ലുമ്പം അവർ വിചാരിക്കുന്ന അരമനയിലെ 2 കുക്കാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ബ്രദറില്ലേ, ബ്രദർ ഇന്ന് സാധനം മേടിക്കാൻ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾക്കിതൊന്നും മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞ്, ഏത് ബ്രദർ? അല്ല, ഇവിടെ സാധനം മേടിക്കുക. ഞങ്ങൾ അത് ബ്രദറല്ല, കുക്കാന്ന് പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, ഞങ്ങൾ ഇവനോട് ചോദിച്ചു, നീ കടയിൽ ചെന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? അന്നേരത്തേനും പറഞ്ഞ്, എൻ്റെ മാനം കെടുത്തിയോ എന്ന് ചോദിച്ചു. എൻ്റെ മാനം കെടുത്തിയോ? നിങ്ങളവിടെ എന്നേലും പറഞ്ഞു എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞ്, അവൻ ബ്രദറല്ല, കുക്കാണ്, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന പയ്യനാണ്, അവൻ്റെ പേരിന്നതാന്ന് പറഞ്ഞത്. അന്നേരം അവൻ പറഞ്ഞ്, ഓഹ്, എൻ്റെ മാനം പോയി. ഒരു വ്യക്തിയുടെ മാനം ഇരിക്കുന്നത് അതിലാണോ? അല്ല പ്രിയമുള്ളവർ. പക്ഷേ ഇന്ന് പലരുടെയും മാനം ഇതുപോലത്തെ പല സാധനങ്ങളിലായിരിക്കുന്നത്. ആർക്കും താഴാൻ മനസ്സില്ല.